ഹായ് ഫ്രണ്ട്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എഐയെ കുറിച്ച് നമ്മൾ നിരവധി ഇപ്പോൾ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല ഡെയിലി എന്ന് പറയുന്നത് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചതിന് അപ്പുറത്തേക്കാണ് എഐയുടെ ഒരു ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഡെയിലി ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എഐ റിലേറ്റഡ് ആയിട്ടുള്ള പല വീഡിയോസ്. ഇപ്പോൾ വീഡിയോസ് എങ്ങനെ ചെയ്യുക, അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെയുള്ള ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട്. പക്ഷെ മിക്ക വീഡിയോസും സൈറ്റുകളും ഇന്ന് പെയ്ഡാണ്. ക്യാഷ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഐഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീ ആപ്പാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആണ്. അതുകൊണ്ട് നമുക്ക് വളരെ ഒരു മനുഷ്യന്മാരോട് ഡയറക്റ്റ് സംസാരിക്കുന്ന ഒരു ഫീലായിരിക്കും. ഇപ്പോൾ നമുക്ക് മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഇംഗ്ലീഷിൽ തന്നെ പറയണമെന്നൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ളത് മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ തന്നെ നോർമലായിട്ട് നമുക്ക് മറുപടി പറയുന്ന ഒരു വോയിസ് സിസ്റ്റം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഇമേജ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ ഇമേജ് എഡിറ്റ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അത് സ്പോട്ടിൽ എഡിറ്റ് ചെയ്ത് തരും. പിന്നെ നിങ്ങളൊരു ക്യാമറ എടുക്കുകയാണെങ്കിൽ ആ ഒരു നിങ്ങൾ എടുക്കുന്ന പിക്ചറിൽ എന്താണോ ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്തത്. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രീ ആപ്പ്. ഗ്രൂക്ക് എന്നാണ് ആപ്പിൻ്റെ പേര്. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ആപ്പ് സ്റ്റോർ തുറന്നിട്ട് ഗ്രൂക്ക് എന്ന് സെർച്ച് ചെയ്തു. ഓക്കെ, ഗ്രൂക്ക് എന്ന് സെർച്ച് ചെയ്തപ്പോൾ ഗ്രൂക്ക് അസിസ്റ്റന്റ്, ഇതാണ് ഞാൻ പറഞ്ഞ ആപ്പ്. നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുന്നു. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമ്മളിവിടെ കലോ കൊടുത്തിട്ട് നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് എന്ത് ചെയ്തു, സൈൻ ഇൻ ചെയ്തു. നമ്മുടെ ഗൂഗിൾ ഇമെയിൽ വെച്ചിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്തു. നമ്മളോട് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ വേണമെന്ന് ചോദിക്കുന്നത് നമ്മളിവിടെ സ്കിപ്പ് കൊടുത്താൽ മതി. ഓക്കെ, പെയ്ഡ് അല്ല, ഇതെങ്ങനെ പെയ്ഡ് ചെയ്യണമെന്നില്ല, പെയ്ഡ് ചെയ്യാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് കിട്ടി. ഈ ഇന്റർഫേസിൽ നിങ്ങൾക്ക് വോയിസ് മോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വോയിസ് സംസാരിക്കാനുള്ള മോഡാണ്. ക്രിയേറ്റ് ഇമേജ്, അതായത് ഒരു ഇമേജ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് കമാൻഡ് കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്യാമറ ഓപ്പൺ ചെയ്താൽ എൻ്റെ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആയി. എന്നിട്ട് ജസ്റ്റ് ഒരു പിക്ചർ എടുത്തിട്ട് യൂസ് ഫോട്ടോസ് ഉണ്ടല്ലോ, എന്നിട്ട് ഇവിടെ കമൻറ്റ് കൊടുക്കുക. ഞാനിപ്പോൾ എടുത്ത ഫോട്ടോയിൽ എനിക്ക് എന്താ വേണ്ടത്, ഒരു കാർ ജസ്റ്റ് ഈ ഫോട്ടോയിൽ കാണും. കാർ ഓൺ ദി സ്പിക്ക്. ഓക്കെ, കാർ ഓൺ ദി സ്പിക്ക് ജസ്റ്റ് എന്ത് ചെയ്തു, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്തെടുത്താൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ എടുത്ത ഫോട്ടോയിൽ ഒരു കാർ എനിക്ക് കാണാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് കണ്ട ഒരു കാർ, റൈറ്റ്, വേണ്ട നല്ല അടിപൊളി കാർ ഉണ്ടോ അവിടെ നിലവിലുള്ള പോലെ തന്നെ ഒരു ഫീലില്ലേ. കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും എഡിറ്റ് ഇമേജ്. ഈ എഡിറ്റ് ഇമേജിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു ഇമേജ്, ഇപ്പോൾ ഞാൻ ഗാലറിയിൽ നിന്ന് ഈ ഇമേജ് എടുത്തു, ഇതിൻ്റെ ഒരു ഗാലറിയിലുള്ള ഇമേജാണ്. ഓക്കെ, ഈ ഇമേജ് എടുത്ത് ഈ ഇമേജ് എനിക്ക് എന്ത് ചെയ്യണം, മേക്ക് ഇറ്റ് എന്താ പറയുക, ഒരു കാർട്ടൂൺ ആക്കി കിട്ടണം. അങ്ങനെ എനിക്ക് ഇവിടെ അടിച്ചു കൊടുത്താൽ മതി കാർട്ടൂൺ. ഈ ഇമേജ് എനിക്ക് കാർട്ടൂൺ ആക്കി കിട്ടണം, മേക്ക് എ കാർട്ടൂൺ എന്ന് അടിച്ചു കൊടുത്താൽ മതി വരും. ഓക്കെ, കണ്ടോ, ആ ഇമേജ് കാർട്ടൂൺ ആക്കിയിട്ട് എനിക്ക് തിരിച്ചു കിട്ടി. റൈറ്റ് ഗൈസ്, അപ്പോൾ എനിക്ക് വോയിസിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഈ വോയിസ് മോഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ സംസാരിക്കാം, ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാം. ഇനി വളരെ എന്താ പറയുക, നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന പോലെ ആയിരിക്കും. എനിക്ക് കേരളത്തെക്കുറിച്ച് അറിയണം. കേരളത്തെക്കുറിച്ച് നിനക്ക് എന്താണ് അറിയേണ്ടത്? കേരളം തെളിഞ്ഞ തോട്ടുകളുടെയും പച്ചപ്പിന്റെയും നാടാണ്. ആയുർവേദം, കലക, തീരപ്രദേശങ്ങൾ, ഭാഗവാത്തെ എന്നിവയും പേര് കേട്ടതാണ്. ഭക്ഷണത്തിൽ നിന്ന് ആരംഭിച്ചാലോ, അപ്പം, ഇടിയപ്പം, കടലക്കറി, മീൻ മുളകിട്ടത്. നിന്റെ ഫേവറേറ്റ് ഏതാണ്? ഹായ് ഗൈസ്, അപ്പോൾ ഈ ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, പിക്ചർ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ മോർ ആപ്സ് വീഡിയോസൊക്കെ നമ്മൾ ബൈ ഫ്യൂച്ചർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ചെറിയ ടിപ്പിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എനിവേ താങ്ക്സ്.